ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനെൻ്റെ റൂം ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ ഡ്രസ്സിങ് ടേബിൾ നട്ടാ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പെറുക്കി എടുത്ത് വെച്ച് യൂസ് ചെയ്യുന്നതും ചെയ്യാത്തതായിട്ട് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വേണ്ടാത്തൊക്കെ എടുത്ത് പെറുക്കി മാറ്റി വെക്കുകയായിരുന്നു. ക്ലീനിങ് സമയത്ത് ഞാൻ ആരെയും സഹായത്തിന് വിളിക്കില്ല. എൻ്റെ റൂം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ക്ലീൻ ചെയ്യുക. ആരെങ്കിലും വന്ന് ഓരോന്ന് വലിച്ചിട്ട് എനിക്ക് ദേഷ്യം വരും. എൻ്റെ സാധനങ്ങൾ ഞാൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു നിയമമുണ്ട് കേട്ടോ എൻ്റെ റൂമിൽ. രാവിലെ തുടങ്ങിയ പരിപാടി 3 മണിയായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ സാധനങ്ങളൊക്കെ ഞാൻ പെറുക്കി വെച്ച്. പിന്നെ ഉണ്ടായത് ഒരു കുന്ന് തുണിയാണ്. അലക്കിയതും അലക്കാത്തതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടുക്കി പെറുക്കി വെക്കുമായിരുന്നു. എൻ്റെ റൂമിൽ അലമാര ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഡെയിലി ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാനൊരു ബാസ്ക്കറ്റിലും പിന്നെ വേറെ ഡ്രസ്സൊക്കെ ഞാൻ അപ്പുറത്തെ റൂമിൽ അലമാരയിലാണ് കൊണ്ടുവയ്ക്കുക. ഈ അലമാരയ്ക്ക് എൻ്റെ വയസ്സുണ്ട് കേട്ടോ. ഇത് അമ്മൻ്റെ റൂമിലാണ് ഇരിക്കുന്നത്. അമ്മ എപ്പോഴും പറയും എന്നെ പ്രസവിച്ചു കൊണ്ടുവരുമ്പോൾ എൻ്റെ മാമൻ ഉണ്ടാക്കി തന്നാണ് ഈ അലമാര. അതിൻ്റെ ഉള്ളിൽ സീക്രട്ട് അറയൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കുറേ സാധനങ്ങൾ അടുക്കി പെറുക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിക്കുന്ന ടേബിളാണ് വൃത്തിയാക്കാനുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഫോണിൽ കളിക്കുകയാണെങ്കിലും റീൽസ് ആണെങ്കിലും പഠിക്കുകയാണെങ്കിലും ചിരിക്കുകയാണെങ്കിലും കളിക്കുകയാണെങ്കിലും ഞാൻ ഈ ഒരു ടേബിളിലാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ കണ്ടമാന സാധനങ്ങളും ആ ടേബിളിലുണ്ടാവും. തലവേദന വന്ന് തേക്കുന്ന ബാമ് തൊട്ട് ലിപ്സ്റ്റിക്ക് വരെ. എൻ്റെ വീട്ടിൽ എനിക്ക് ഈ റൂമിലുള്ള കാര്യങ്ങൾ എൻ്റേത് മാത്രമാണ്. വേറെ ആരെങ്കിലും അത് തൊട്ട് എനിക്ക് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ ഈ റൂമിലേക്ക് ഞാൻ ആരെയും കടത്തി വിടാറും ഇല്ല. അങ്ങനെ എല്ലാ പരിപാടിയും ഏകദേശം തീരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി എത്ര ദിവസം അത് കാണുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഞാനും പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.